السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: من واظب على الصلاة الخمس بوضوئها ومواقيتها وركوعها وسجودها ويعترف أنه حق الله سبحانه وتعالى حرم الله جسده على النار. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വന്യരായ ഉസ്താദുമാർ, മഹല്ല് കാരണവന്മാർ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവന്റെ പൊരുത്തത്തിലായി നടക്കുന്ന, അവന്റെ റഹ്മത്ത് വർഷിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. തിദ്കാറെ മദീന എന്ന പേരിൽ രണ്ടാമതായി ഈ വർഷവും നമ്മൾ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ മജ്ലിസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ വന്ന ഉസ്താദുമാരൊക്കെ നമ്മോട് പറഞ്ഞു, ഈ മജ്ലിസ് സംഘടിപ്പിച്ചത് ഒരു മദ്രസയോ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദുമാരുടെയോ നേതൃത്വത്തിലല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടി ഈ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തും ഇത്തരം മദ്ഹിന്റെ മജ്ലിസ് സംഘടിപ്പിച്ചു എന്നതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ മജ്ലിസിന്റെ മഹത്വം ഇത്രയും നേരം ശ്രവിച്ചു. അല്ലാഹു ഇതിനു വേണ്ടി ഓടി നടക്കുന്ന, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും അവന്റെ പൊരുത്തത്തിൽ ഉൾപ്പെടുത്തി അവന്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം പാടിയും പറഞ്ഞും കേട്ടും രസിച്ചുമൊക്കെ നാം ഒക്കെ ഒരുപാട് കാലം ഹബീബായ തങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ ഏടുകൾ നാം എടുത്തു പരിശോധിക്കുമ്പോഴും അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ നാം ചികയുമ്പോഴും അവിടെയൊക്കെ നമുക്ക് ഒരുപാട് അർത്ഥതലങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കാറുണ്ട്. ഹബീബായ തങ്ങളെ പേര് മുതൽ അവിടുത്തെ പരമ്പര മുതൽ അവിടുത്തെ ജീവിതത്തിന്റെ ഏത് ഭാഗമെടുത്താലും നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അതിലൊക്കെ ഉണ്ടാവാറുണ്ട്. വിശിഷ്യ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുറിച്ച് പറയുമ്പോൾ ഹബീബായ തങ്ങളെ സൗന്ദര്യം, ഹബീബായ തങ്ങളെ പേരിന്റെ മാധുര്യം,
അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരാകുന്ന അഇമ്മത്ത് ഒരുപാട് പ്രയാസങ്ങള് സഹിച്ചുകൊണ്ട് ഇൽമിന്റെ മേഖലയിൽ നിന്ന് അവരൊക്കെ ഹബീബായ തങ്ങളെ മത് പറഞ്ഞെടുത്ത് കാണാം. മുഹമ്മദ് എന്ന പേര് അത് നൽകുന്നതിന്റെ പ്രാധാന്യം, ജനിക്കുന്ന മക്കൾക്ക് മുഹമ്മദ് എന്ന് ഹബീബായ തങ്ങളുടെ പേര് വെക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങള് പറയുന്നതായി നമുക്ക് കാണാം. ഇവിടെ നടക്കാനിരിക്കുന്ന ബുർദ മജ്ലിസില് ഇമാം ബുസൂരി തങ്ങൾ പറയുന്നുണ്ട് ഫഇന്നലി നിമ്മതൻ ബിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ യുവത്വകാലം മുഴുവനും ഞാൻ ചിലവഴിച്ചത് അത് രാജാക്കന്മാരുടെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു, അവരുടെ മദ്ഹുകൾ പാടാനായിരുന്നുവെങ്കിൽ ആ കാലത്ത് എനിക്ക് വല്ല അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഹബീബായ തങ്ങളെ ഈ മജ്ലിസുകളുടെ കാരണമായി, ഈ മദ്ഹ് പാടി പറയുന്നതിൻ്റെ കാരണമായി, രചനകൾ രചിക്കുന്നതിന്റെ ഭാഗമായി എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടെ അവിടുന്ന് പറയുകയാണ് ഫഇന്നലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി, ഹബീബായ തങ്ങളെ പേരാകുന്ന മുഹമ്മദ് എന്ന ഇസ്മാണ് എനിക്ക് എൻ്റെ പിതാവ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എനിക്ക് ഹബീബായ മുത്തുനബിയുടെ പേരാണ് എനിക്ക് എൻ്റെ ഉപ്പ നാമകരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ നൽകിയ വാഗ്ദാനം അത് പൂർത്തിയാക്കി നിറവേറ്റപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്താ ഹബീബായ തങ്ങൾ പറയുന്നത്? അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ഒരിക്കല് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നബി പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ എൻ്റെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി. ഓ ഹബീബായ തങ്ങളെ, അവിടത്തേക്ക് ഞാനൊരു സന്തോഷം അറിയിച്ചു തരട്ടെയോ? അവിടത്തോട് ഞാനൊരു കാര്യം പറയട്ടെയോ? അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഒരു വാഗ്ദാനം നിങ്ങളോട് ചെയ്തിരിക്കുന്നു. എന്താണ് അല്ലാഹു പറഞ്ഞത്? ലാ ഉഅസിബു മൻ യുസമ്മി ബിസ്മിക ബിന്നാർ. നബിയേ, അങ്ങയുടെ പേരാകുന്ന മുഹമ്മദ് എന്ന ഇസ്മ ആരെങ്കിലും അവരുടെ മക്കൾക്ക് തങ്ങളുടെ പേരിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മകന് നരകത്തെ തൊടൂല, ആ കുട്ടി നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന് പേരിടലോടുകൂടി ആ പേരിനനുസരിച്ച് നമ്മളെ ജീവിതം കൂടി ചിട്ടപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാ, അവനിക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന്. നമ്മളുടെ മക്കൾക്കൊക്കെ പേരിടുമ്പോ അല്ലേ, ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്ത് പേരുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുക എന്ന് പറഞ്ഞ ഉസ്താദുമാരോട് ചോദിച്ചാൽ മതി. പേരുകൾ, ഉസ്താദേ എത്ര പേരുകളുണ്ട്, ഈ പേരുകളുടെ അർത്ഥം എന്ന് പറഞ്ഞുതരോ? ഈ പേര് എവിടുന്നാന്ന് ചോദിച്ചാ ചിലപ്പോ ചിലവര് പറയുന്ന ഒരു വർത്താന, എന്റെ പേരിന്റെ വസ്തും ഭാര്യന്റെ പേരിന്റെ വസ്തും അത് കൂട്ടിക്കോ ഞങ്ങൾക്ക് കിട്ടിയൊരു പേരാ. അതല്ലെങ്കിൽ വേറെ എവിടുന്നോ വെറൈറ്റി ആയിട്ട് മോഡലായിക്കൊണ്ട് കിട്ടിയ പേരാണെന്ന് പറഞ്ഞുകൊണ്ട് പേരിടാൻ നിർദ്ദേശിക്കുന്ന സമയത്ത് നാം ഈ വചനങ്ങൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാ, മുത്തുനബിയുടെ പേര്, ആ പേരിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും മക്കൾക്ക് പേരിട്ടാൽ, മുഹമ്മദ് എന്ന് നാമകരണം ചെയ്താൽ ആ മകൻ സ്വർഗത്തിലാണെന്ന്. കഴിഞ്ഞിട്ടില്ല, മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞതായി കാണാം, ആ പേരിട്ട പിതാവും അവനോടൊപ്പം സ്വർഗത്തിലാണെന്ന്. മുഹമ്മദ് എന്ന മക്കൾക്ക് പേരിടാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അതാ പറഞ്ഞത്, മുത്തുനബിയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് എടുക്കുമ്പോഴും
അതിലൊക്കെ വലിയ വലിയ മഹത്വങ്ങള്, അതിലൊക്കെ വലിയ വലിയ അറിവുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ജനിക്കാനിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് കൂട്ടിക്കൊണ്ടേ ഞാൻ പേരിടൂ എന്നൊരു ദൃഢപ്രതിജ്ഞ നമ്മൾ എടുക്കണം. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണെന്ന കാരണത്താൽ. ഷറഫുൽ അനാം എന്ന മൗലിദിന്റെ അതിന്റെ ഷറഹ് ഒന്നിരായ ഉസ്താദവറുകൾ ഞങ്ങൾക്ക് ഓതി തന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാ. ആ ഷറഹിൽ പറയുന്നുണ്ട്, ആൺകുട്ടികൾ ജനിക്കാൻ, ആൺമക്കളില്ലാത്തവർ, അവർക്ക് ആ പ്രസവിക്കാനിരിക്കുന്ന കുട്ടി അത് ആൺകുട്ടിയാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, മക്കൾ ആണായാലും പെണ്ണായാലും ഹൈറാണ്. ഏത് മക്കളുണ്ടായാലും അതൊക്കെ നമുക്ക് ഹൈറാണ്. പക്ഷേ അത് നമുക്കൊരു 2-3 പെൺകുട്ടികളുള്ളവർക്ക് ഒരു ആൺതരി ഉണ്ടാവണമെന്ന ആഗ്രഹമൊക്കെ സാധാരണയാണ്. അത്തരക്കാർക്ക് ആൺകുട്ടികൾ ഉണ്ടാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഭാര്യ ഗർഭത്തിലായിരിക്കെ 4 മാസം ആവുന്നതിന് മുൻപ് ഭർത്താവ് ഭാര്യയുടെ വയറിന്മേൽ കൈവച്ചുകൊണ്ട് ഈ കുട്ടി ആൺകുട്ടിയാവുകയാണെങ്കിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമായ മുഹമ്മദ് എന്ന് ഞാൻ ഈ കുട്ടിക്ക് പേര് വിളിക്കുമെന്ന് ഒരു ഭർത്താവ് പറഞ്ഞാൽ ആ കുട്ടി ആൺകുട്ടിയാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോ നമ്മുടെ ഒക്കെ ആൺകുട്ടികൾ ജനിക്കുമ്പോ മുഹമ്മദ് എന്ന് കൂട്ടിക്കൊണ്ട് ബദരീങ്ങളുടെയും മഹാന്മാരുടെയും ഒക്കെ പേര് അവർക്ക് വിളിച്ചുകൊണ്ട് ആ ബറക്കത്ത് നമ്മൾ പ്രതീക്ഷിച്ചാൽ ആ മഹാന്മാരുടെ കാവല് അവർക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സൗന്ദര്യം നമുക്കൊന്ന് നോക്കാം. ആ സൗന്ദര്യത്തിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കുറിഞ്ഞ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ നൂറ്, ആ നൂറാകുന്ന പ്രകാശത്തിന്റെ പ്രഭ അബ്ദുല്ലാഹ് തങ്ങളുടെ മുഖത്ത് കാണാറുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം തങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. അസീസ് രാജാവിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹിസ്സലാം തങ്ങളെ ആഗ്രഹിച്ചതുപോലെ ഖുറൈശി പെണ്ണുങ്ങള് അബ്ദുല്ലാഹ് തങ്ങളെ വരനായി ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. അങ്ങനെയുള്ള ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെ കുറിച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാടുന്നുണ്ട്. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാ. ഹബീബായ തങ്ങളെ അവിടുത്തെ പോലെ ഭംഗിയുള്ള, അവിടുത്തെ ഭംഗിയേക്കാൾ മറ്റൊരു ഭംഗിയുള്ള ഒരു പെണ്ണും ഇതുവരെ അത്തരത്തിലുള്ള ഒരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ടില്ല. തങ്ങളെ നബിയുടെ ഭംഗി, ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് സാബിത്ത് തങ്ങൾ പറയുക, ലോകത്ത് ഇന്ന് വരെ അങ്ങയുടെ ഭംഗിയെ തോൽപ്പിക്കും വിധമുള്ള ഭംഗിയോടുകൂടി ഒരു ഉമ്മയും ഒരു മകനും ജന്മം നൽകിയിട്ടില്ല നബിയേ എന്ന് അവിടുന്ന് പറയുന്നു. കഴിഞ്ഞില്ല. എന്റെ കണ്ണുകൾ ഇന്നുവരെ ഒരു കുഞ്ഞിനെയും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല. നമ്മുടെ തങ്ങളും പാപ്പ നമ്മുടെ മജ്‌ലിസിലേക്ക് വരുന്നു. അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ പൊരുത്തവും മദതും ഹബീബായ തങ്ങളുടെ അവിടുത്തെ റിളയുടെ നോട്ടവും നമ്മുടെ മജ്‌ലിസിലേക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, സാലിബ്നു സാബിത്ത് തങ്ങൾ പറയുകയാ, ഹബീബായ തങ്ങളെ അവിടുത്തെ പോലെ ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഹബീബായ തങ്ങളെ ഭംഗി ആസ്വദിച്ചത് നേരിട്ട് അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, നമുക്കും വേണ്ടേ ആ ആസ്വാദനം? ആ ഹബീബായ തങ്ങളെ നമുക്കും കാണണ്ടേ?
എത്ര ആളുകളാ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റക്കന സ്വലാത്ത് പറയും. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ ഈ ചൊല്ലിയ സ്വലാത്ത് പോലെ സ്വലാത്ത് ഇങ്ങനെ ആവർത്തിച്ചുച്ചരിച്ചതിന്റെ പേരിൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മോട് ബന്ധപ്പെട്ട ആലിമീങ്ങളിൽ നിന്ന്, ഉലമാക്കളിൽ നിന്ന്, ആബിദീങ്ങളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് ഹബീബായ തങ്ങളെ കണ്ടത്. എത്ര ആളുകളാ മുത്തുനബിയെ കണ്ടത്. സ്വപ്നത്തിലും നേരിട്ടും കണ്ടവരുണ്ട്. ആ ഭാഗ്യം നമുക്ക് ലഭിക്കണം. മുത്തുനബിയെ ഒരിക്കലെങ്കിലും കാണാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മളൊക്കെ മുത്തുനബിയുടെ പൊരുത്തം ലഭിച്ചവരാണെന്ന്, മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന്, മുത്തുനബിയുടെ കൂടെ കിടക്കുന്നവരാണെന്ന്, നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണെന്ന് നമ്മളെങ്ങനെ ഉറപ്പിക്കും? നമ്മളെങ്ങനെ പറയും? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഒരിക്കലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. അതിനോടൊപ്പം അതിന്റെ ഒക്കെ മുൻപ് നമുക്ക് ആ മദീന റൗള ഷരീഫിലേക്ക് ചെന്നിട്ട് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലേ? മുത്തുനബിനെ കാണല് മാത്രല്ല, സ്വലാത്ത് കൊണ്ട് മുത്തുനബിനെ കാണലോ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കാനുണ്ട്. മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഹാനായ റഷീദുൽ ബഗ്ദാദി തങ്ങളെ ചരിത്രം അത് കേട്ടാ മനസ്സിലാകും. സ്വലാത്തിലൂടെ നബിയെ കാണല് മാത്രമല്ല, അവിടുത്തെ അനുഭവിക്കല് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉയർന്നതായ തലത്തിൽ മുത്തുനബിയുടെ ഹളറത്തില്, മുത്തുനബിയുടെ അടുത്ത് സ്ഥാനം ലഭിക്കാൻ സ്വലാത്ത് കൊണ്ട് കാരണമാകുമെന്ന് റഷീദുൽ ബഗ്ദാദി തങ്ങളെ ചരിത്രം നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ സാധിക്കും. ആരാ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു? ബഗ്ദാദ് പട്ടണത്തിലെ വിറക് കച്ചവടക്കാരനായ ഒരു സാധു മനുഷ്യൻ. എങ്ങനെ വിറക് കച്ചവടക്കാരനായ ബഗ്ദാദ് പട്ടണത്തിൽ വിറക് വെട്ടിക്കൊണ്ട് അത് വിറ്റ് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യൻ, അതാണ് റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അവിടുത്തെ പ്രത്യേകത എന്താ? അവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് അത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മദീന റൗള ഷരീഫിലൊന്ന് ചെന്നുകൊണ്ട് അവിടുത്തോട് നേരിട്ടൊന്ന് സലാം പറയണം. അവിടുത്തെ റൗളയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. മുത്തുനബിയുടെ മദീനയൊന്ന് കൺകുളിർക്കെ കാണണം. ആ ഹബീബിനോടുള്ള പ്രേമത്തിന്റെ കാരണമായി അവിടുത്തെ ജീവിതത്തിൽ മുഴുവനും സ്വലാത്ത്. അദ്ദേഹം വിറക് കച്ചവടം ചെയ്യുമ്പോഴും വിറക് വെട്ടുമ്പോഴും ഒക്കെ തന്റെ നാവ് കൊണ്ട് സ്വലാത്ത് ഇങ്ങനെ ഉച്ചരിക്കുകയാണ് റഷീദ് തങ്ങള്. അവിടുന്ന് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് തന്റെ അമലുകളിൽ വ്യാപൃതമാകുമ്പോ അവിടുന്ന് പ്രവർത്തികൾ ഇങ്ങനെ തുടർന്നപ്പോ സമ്പാദ്യമൊക്കെ ഏകദേശമായിട്ടുണ്ട്. പോയി വരാനുള്ള ബഗ്ദാദ് പട്ടണത്തിൽ നിന്ന് ആ മദീനയിലേക്ക് പോയി വരാനുള്ള സമ്പാദ്യമായിട്ടുണ്ട്. അവിടുന്ന് നേരെ ഒക്കെ റെഡിയായി എന്ന് കണ്ടപ്പോ ഇനിയും അമാന്തിച്ചു നിൽക്കേണ്ട, എനിക്കെന്റെ ഹബീബിനെ കാണാം, എനിക്കെന്റെ പ്രേമഭാജനത്തെ പുണരാമെന്ന പ്രതീക്ഷയില് അവിടുന്ന് യാത്ര തിരിക്കുകയാ അങ്ങ് മദീനയിലേക്ക്. മദീനയിലേക്കുള്ള യാത്ര അവിടുന്ന് തുടങ്ങുകയാണ്. അങ്ങനെ പോയി മദീന ബോർഡറിൽ എത്തുകയുണ്ടായി. മഹാനായ റഷീദ് തങ്ങൾക്ക് ആവേശത്തിനതിരില്ല. അവിടുത്തെ സന്തോഷം അതിക്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണീര് വാർക്കുകയാണ്, കണ്ണുനീരെങ്ങനെ ഒലിക്കുകയാണ്. സന്തോഷത്തിന്റെ നിമിഷം, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഇവിടെ സാധിക്കാൻ പോകുന്നത്. എന്റെ നേതാവായ എന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ് ഞാനുള്ളത്, അവിടത്തേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്ന സന്തോഷം കൊണ്ട് അദ്ദേഹം ആവർത്തിച്ച് സ്വലാത്ത് ഇങ്ങനെ ഉറക്കെ ചൊല്ലുകയാണ്. ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടെ നിന്ന് റൗളയുടെ അടുത്തേക്ക് നടക്കുകയല്ല, ആ റൗളയുടെ അടുത്തേക്ക് ഓടുകയാണ്. തന്റെ പാചനമായ മുത്തുനബിയെ കാണുമെന്ന പ്രതീക്ഷയില് അവിടത്തോട് സലാം പറയണമെന്ന ആഗ്രഹത്തോടെ റഷീദ് തങ്ങൾ സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കൊണ്ട് ഓടുമ്പോഴാണ് മുന്നിലേക്ക് അതാ വരുന്നു ഒരു ഭടൻ. ആ രാജ്യത്ത് ഭടന്മാരുള്ളതുപോലെ, എല്ലാ രാജ്യത്തും കാവൽക്കാരുള്ളതുപോലെ ആ രാജ്യത്ത് ഒരു ഭടൻ മുന്നിലേക്ക് വരുന്നു, തടുക്കുന്നു. ആരാ നിങ്ങൾ? എങ്ങോട്ടാ
ഓടുന്നത്? ഞാൻ എൻ്റെ ഹബീബിലേക്ക്, എൻ്റെ നബിയിലേക്ക്, എൻ്റെ ഹബീബിലേക്ക്, എൻ്റെ റസൂലിലേക്ക് ഞാൻ ഓടുകയാണ്. ഞാൻ പോകട്ടെ. കാണായിട്ടില്ല. ആളെ പേരെന്താ? റഷീദ് എന്നാണോ? മറ്റൊരു രാജ്യത്തേക്ക്, വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ട ഹബീബിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പോകുമ്പോ അവിടത്തെ മാത്രം തടഞ്ഞു നിർത്തിയിട്ട് ആ സ്വലാത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അവിടെ ചോദിക്കുന്നു, നിങ്ങളുടെ പേര് റഷീദ് എന്നാണോ? അതെ, ഞാൻ റഷീദാണ്. എന്റെ പേര് റഷീദ് എന്നാണ്. ബഗ്ദാദ് നാട്ടിൽ നിന്നാണോ വരുന്നത്? അതേ, ഞാൻ ബഗ്ദാദ് നാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ പോകട്ടെ? ഇല്ല, ഈ മദീനയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല, ഈ റൗളയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ആ ബടൻ റഷീദ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുമ്പോ റഷീദ് തങ്ങൾ പൊട്ടിക്കരയുകയാണ്. അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. ലക്ഷക്കണക്കിന് ആളുകള് ആ റൗളയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോ ഈ പാവപ്പെട്ട എന്നെ മാത്രം എന്തിനിങ്ങനെ തടയുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു. മറ്റൊരു വഴിയിലൂടെ വരുന്നു. ആ റൗളയുടെ അടുത്തേക്ക് എത്താനാകുമ്പോഴേക്കും ആവേശത്തിന്റെ തിരമാലകൾ അലത്തല്ലിക്കൊണ്ട് ആ സ്വലാത്തിന്റെ കാഠിന്യം ശബ്ദം വീണ്ടും ഉയരുകയാ. അവിടുന്ന് ഉറക്കനെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ഉറക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആ റൗളയിലേക്ക് മറ്റൊരു വഴിയിലൂടെ ഓടിയെടുക്കുമ്പോ അതാ വരുന്നു വീണ്ടും മറ്റൊരു ബടൻ. അവിടുന്ന് തടയുന്നു, പറഞ്ഞയക്കുന്നു തിരിച്ച് ബാക്കിലേക്ക്. ആ റൗളയിൽ നിന്ന് അവിടുത്തെ അകറ്റുകയാണ്. അവിടുത്തെ ആ ഭാഗത്ത് നിന്ന് എന്നെ മാറ്റി നിർത്തുകയാ. മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോ അദ്ദേഹം ചിന്തിച്ചു, ഇനിയും ഞാൻ മുന്നോട്ട് പോയാൽ ഇത് തന്നെ ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു മാർഗം കാണാൻ, എന്റെ പ്രേമഭാജനത്തിലേക്ക് എത്തിപ്പെടാൻ, ഞാൻ കാത്തിരുന്ന ആ വസന്ത നിമിഷത്തിലേക്ക് എത്തിപ്പെടാൻ എന്തൊരു മാർഗവും സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വിറക് കച്ചവടക്കാരനായ മറ്റൊരു വ്യാപാരിയെ സമീപിക്കുകയാണ്. റഷീദ് തങ്ങൾ അവരെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഓ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളെപ്പോലെ മറ്റൊരു വിറക് കച്ചവടക്കാരനാണ് ഞാൻ വരുന്നത് അങ്ങ് ബഗ്ദാദിൽ നിന്നാണ്. എന്തുകൊണ്ടെന്നറിയില്ല, എന്റെ ഹബീബിലേക്ക് എന്നെ അയക്കുന്നില്ല, എന്റെ ഹബീബിലേക്ക് എന്നെ പോവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് എന്നെ അവിടെ എത്തിക്കാമോ? എന്ത്? ഈ ഭടന്മാരെ കണ്ണുവെട്ടിച്ച് നിങ്ങളെ ഞാൻ എത്തിക്കാനോ? അതേ, എന്റെ ബഗ്ദാദ് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഇത്രയും കാലം ഞാൻ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും എന്റെ മുഴുവൻ സ്വത്തും ആ ഹബീബായ തങ്ങളിലേക്ക് എത്താനുള്ള പ്രതിഫലമായി നിങ്ങൾക്ക് ഞാൻ നൽകാം. ഇനിയെങ്കിലും എന്നെ ഒന്ന് ആ വിറകിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് ചുമടേറ്റിക്കൊണ്ട് ആ റൗളയുടെ അടുത്തേക്കൊന്ന് പോകാമോ എന്ന് ചോദിക്കുമ്പോ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദ്യവുമാണ് നീട്ടുന്നതെന്ന് കണ്ടപ്പോ ആ മനുഷ്യൻ നേരെ ഓക്കെ, ഞാൻ റെഡി, നിങ്ങളെ ഞാൻ എത്തിക്കാം. അങ്ങനെ ആ വിറകിന്റെ ഉള്ളിലേക്ക് ആരും കാണാതെ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളെ കിടത്തി വെച്ചുകൊണ്ട് ആ വിറക് കൂമ്പാരം കെട്ടുകയാണ്. അവിടുത്തെ പൊതിഞ്ഞുകൊണ്ട് അത് ചുമലിലേറ്റിക്കൊണ്ട് അദ്ദേഹം നടക്കുകയാണ് റൗളയിലേക്ക്. ആ നടത്തം ഇങ്ങനെ റൗളയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോ ആ പ്രിയപ്പെട്ട റഷീദ് തങ്ങളുടെ മനസ്സ് നിൽക്കുന്നില്ല. അവിടുന്ന് സ്വലാത്ത് വീണ്ടും ചൊല്ലാൻ തുടങ്ങി. അല്ലേ, ഇഷ്ടപ്പെട്ട ഒരാളിലേക്ക് എത്തുമ്പോ അത് സ്വലാത്തിലൂടെ കൂടെയാകുമ്പോ ആ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ മഹാനായ റഷീദുൽ ബഗ്ദാദി തങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ വിറകിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഉറക്കെ സ്വലാത്ത് ചൊല്ലുകയാണ്. ഭടന്മാർ ഇത് കേൾക്കുന്നു, വീണ്ടും വരുന്നു, തടയുന്നു. എന്താണ് നിങ്ങളുടെ വിറകിനുള്ളിൽ എന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോ മനുഷ്യൻ ബേജാറാവുകയാ. വീണ്ടും ഞാൻ പിടിക്കപ്പെട്ടോ? സങ്കടത്തിന്റെ പരിപൂർണ അവസ്ഥയിലെത്തിപ്പോയി. അദ്ദേഹം അതിനുള്ളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് റഷീദുൽ ബഗ്ദാദി തങ്ങൾ ആ ബടന്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്തിനു വേണ്ടിയാണ് എന്നെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് എന്നെ മാത്രം നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ പാവപ്പെട്ട റഷീദ് എന്നെ ബഗ്ദാദ് നാട്ടിൽ നിന്ന് വരുന്ന
കടന്നുവരുന്ന എന്നെ, എൻ്റെ ഈ ആഗ്രഹം, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റുന്ന സമയത്ത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്നിടത്തേക്ക് എൻ്റെ ഹബീബിലേക്ക് എന്നെ തടയുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ ആ പടൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളെ തടയൽ എൻ്റെ ഉത്തരവാദിത്തമാണ്, നിങ്ങളെ തടയൽ എൻ്റെ ആവശ്യമാണ്. കാരണം അത് ഓർഡർ ഇട്ടത് ഈ രാജ്യത്തിന്റെ രാജാവാണ്, ഈ രാജ്യത്തിന്റെ അമീറാണ്, ഈ രാജ്യത്തിന്റെ സുൽത്താനാണ് നിങ്ങളെ ഇവിടെ തടയാൻ പറഞ്ഞതെന്ന് പറയുമ്പോ റഷീദ് തങ്ങൾ ആശ്ചര്യപൂർവം നോക്കുകയാ. ഒരാളും അറിയില്ല അല്ലേ? നമ്മളൊക്കെ പോവുകയാണെങ്കിൽ വിസയും പാസ്പോർട്ടും ഒക്കെ നൽകിയിട്ട്, നമ്മുടെ പൂർണ്ണ വിവരങ്ങൾ നൽകിയിട്ട് ഇന്നത്തെ കാലത്ത് പോവുള്ളൂ. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്നും കമ്പ്യൂട്ടറിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് അവരൊക്കെ വിസയില്ലല്ലോ, പാസ്പോർട്ട് ഇല്ലല്ലോ, ഒരു വിവരവുമില്ലാതെ യാത്ര ചെയ്തുകൊണ്ട് അവിടെ എത്തുന്ന സമയത്ത് രാജാവ് പറയുകയാ, അതിൽ നിന്ന് റഷീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ വരുന്നുണ്ട്, ആ സഹോദരനെ നിങ്ങൾ റൗദയിലേക്ക് അടുപ്പിക്കരുത്, റൗദയുടെ ചാരത്തേക്ക് ആ മനുഷ്യനെ നിങ്ങൾ എത്തിക്കരുതെന്ന് ഞങ്ങളോട് ഓർഡർ ഇട്ടത്, ഞങ്ങൾക്ക് വാണിംഗ് തന്നത്, ഞങ്ങളെ തടയാൻ ഏൽപ്പിച്ചത് ഈ രാജ്യത്തിന്റെ രാജാവാണെന്ന് പറയുമ്പോ റഷീദ് തങ്ങൾ ഓടുകയാണ് ആ കൊട്ടാരത്തിലേക്ക്. ആ സുൽത്താനെ കാണുന്നു, ആ രാജാവിനോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട രാജാവേ, ലക്ഷക്കണക്കിന് ആളുകള്, കോടിക്കണക്കിന് ആളുകള് ദുനിയാവിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ട് ഹബീബായ തങ്ങള് അവിടുത്തെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഈ പാവപ്പെട്ട എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ തടയുന്നത്, എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ഹബീബായ തങ്ങളെ ഞാനൊന്ന് കണ്ടോട്ടെ, ഹബീബായ തങ്ങളോട് ഞാനൊന്ന് സലാം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ സുൽത്താൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളെ തടയാൻ പറഞ്ഞത് ഞാനാണെന്നത് സത്യം, പക്ഷെ നിങ്ങളെ തടയാനിട്ട ഓർഡറോ അതങ്ങ് മുകളിലാണ്. എന്റെയും മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നത്, അല്ലാതെ ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ, അല്ലാതെ നിങ്ങളെ ഞാൻ അറിയില്ലല്ലോ. ഹബീബായ തങ്ങള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് നിങ്ങളെ തടയാൻ ഓർഡർ ഇട്ടതാണ്. ഈ സമയം മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് വാക്കുകളില്ല, അവിടത്തേക്ക് പറയാൻ മറ്റൊന്നില്ല, അവിടുത്തെ കണ്ണുനീര് നിൽക്കുന്നില്ല. അവിടുന്ന് ചോദിച്ചു, ഇത്രമാത്രം ഹബീബായ തങ്ങള് വെറുക്കാൻ എന്തേ ഞാൻ ചെയ്തത്? എത്രമാത്രം എൻ്റെ ഹബീബ്, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകനായ ഹബീബ് തങ്ങള് അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊന്നാണ് എന്നിൽ നിന്ന് വന്നതെന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ രാജാവിന്റെ സന്നിധാനത്തിൽ പൊട്ടിക്കരയുന്ന റഷീദ് തങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട റഷീദ് തങ്ങളെ, അവിടുത്തെ മോശക്കാരനായിട്ടല്ല, അവിടുന്ന് മോശക്കാരനായിട്ടല്ല, അവിടുന്ന് ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവർ അല്ലാഞ്ഞിട്ടല്ല. എത്ര മോശക്കാരനാണെങ്കിലും, എത്ര തെറ്റുകൾ ചെയ്തവരാണെങ്കിലും ഹബീബായ തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകരല്ലേ, അവിടുന്ന് ക്ഷമിക്കില്ലേ? പക്ഷെ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അത്രയും ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഹബീബിന്റെ ചാരത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ നിങ്ങളെ തടയാൻ പറയുന്ന സമയം അതിന്റെ കാരണമായി എന്നോട് പറഞ്ഞതെന്തെന്നോ, നിങ്ങൾ ആ വിറകു കച്ചവടം ചെയ്യുന്നതിന്റെ ഇടയിലും നിങ്ങൾ ഉറക്കില്ലാത്ത സമയം മൊത്തം ആ ഹബീബായ തങ്ങളെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ സ്വലാത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചപ്പോ നിങ്ങൾ നേടിയെടുത്ത സ്ഥാനം എന്താണെന്നോ, നിങ്ങളെങ്ങാനും ആ റൗള ഷരീഫിലേക്ക് പോയിട്ട്, ആ റൗളയുടെ അടുത്തേക്ക് പോയിട്ട് ഹബീബായ തങ്ങളോട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ് എന്ന്
എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെങ്ങാനും സലാം പറഞ്ഞാൽ നിങ്ങളെ ദറജക്കനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റൗള ശരീഫ് പിളർന്നുകൊണ്ട് നിങ്ങളുടെ സലാം മടക്കാൻ വേണ്ടി അവിടുത്തെ തിരുകരങ്ങൾ പുറത്തേക്ക് നീട്ടേണ്ടി വരുന്നതായി വരും. അത് ആളുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്ന ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ അടുത്തേക്ക് വരേണ്ടതില്ല, അവിടുത്തെ അടുത്തേക്ക് അയക്കേണ്ടതില്ല എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് നമ്മളൊക്കെ അറിയുന്ന കാര്യമാണ്. പലരും സ്വപ്നത്തിൽ കണ്ടവരുണ്ട് അല്ലേ? ഈ സംഭവം ഉണ്ടാവുമെന്ന് ചോദിച്ച മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതായി ചരിത്രത്തിൽ നമ്മളൊക്കെ കേട്ടവരാണ്. അവിടുത്തെ മൗലിദിൽ തന്നെ ആ കാര്യങ്ങൾ പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണല്ലോ. ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മുത്തുനബിയുടെ കാലത്ത് ജീവിച്ചവരല്ല, മുത്തുനബിയുടെ കാലത്ത് ജീവിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തവരല്ല, ഷഹീദായവരല്ല, തന്റെ ജീവിതം മൊത്തം സ്വലാത്തിന് വേണ്ടി ഹബീബായ തങ്ങളെ മദ്ഹിന് വേണ്ടി മാറ്റിവെച്ചു എന്ന കാരണത്താൽ ആ റൗളയിലേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞാൽ മുത്തുനബിയോടൊന്ന് സലാം പറയുമ്പോഴേക്ക് ആ റൗള പിളർന്നുകൊണ്ട് തന്റെ കരങ്ങൾ ഹബീബായ തങ്ങൾ നീട്ടാനുള്ള സ്ഥാനത്തോളം ഒരു മനുഷ്യന് സാധിക്കാൻ നേടാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ എന്തേ നമ്മൾ സ്വലാത്ത് ചൊല്ലാത്തേ? അല്ലേ? നേരത്തെ ഉസ്താദുമാർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. ഇത്തരം ഒരു മജ്‌ലിസ് ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നിറഞ്ഞാടിക്കൊണ്ട് അതിലൊക്കെ DJ മേളകളും കാര്യങ്ങളും ഒക്കെയായി നമ്മുടെ യുവതലമുറ സമയം കൊല്ലുന്ന സമയത്ത് അതേ തലമുറയിൽ നിന്ന് അവരോടൊപ്പം ജീവിച്ച നമ്മുടെ മക്കൾ ഇത്തരം ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം പറയുന്നത് ഇത്രയും മഹത്തമായ ഒരു സ്ഥാനത്തിലേക്ക് ഒരു സ്വലാത്ത് കൊണ്ട് എത്താൻ പറ്റുമെന്നറിഞ്ഞിട്ട് എന്തേ നമ്മുടെ മക്കളെ കൊണ്ട് 10 സ്വലാത്ത് ചൊല്ലിക്കാൻ നമുക്ക് സമയമില്ല? പണ്ട് നമ്മുടെ ഉമ്മാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവരൊക്കെ കിടക്കണതിന് മുമ്പ് ഒരു 10 സ്വലാത്തെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 10 സ്വലാത്തെങ്കിലും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിച്ചിട്ടല്ലാതെ മക്കളെ ഉറക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് എത്ര ഉമ്മമാര് അത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്? നമ്മുടെ മക്കൾക്ക് സ്വലാത്ത് ചൊല്ലണം എന്നുള്ള അറിവ് നമ്മൾ എത്ര പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? നമ്മൾ എത്ര പേര് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇതേ രൂപത്തിൽ മോനെ നീ സ്വലാത്ത് ചൊല്ലണമെന്ന് അവനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് അവന്റെ ദുആകൾ ആകാശത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു മറയുണ്ട്. ആ ആകാശത്തിലേക്ക് അതിങ്ങനെ ഉയരുമ്പോ അതിനെ തടയുന്ന ഒരു മറ ആകാശത്തിലുണ്ട്. ആ മറയെങ്ങാനും നീങ്ങണമെന്നുണ്ടെങ്കിൽ ആ മറ നീങ്ങിയാലേ അത് അല്ലാഹുവിലേക്ക് ആ ദുആ ഉയർത്തപ്പെടുകയുള്ളൂ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തല്ലാതെ ആ മറ നീക്കുന്ന മറ്റൊരു സാധനവുമില്ല. ആ സ്വലാത്ത് ചൊല്ലാതെ ദുആ ചെയ്താൽ ആ ദുആ അവനിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അല്ലേ? ഒരു ദുആ മേലേക്ക് ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സ്വലാത്ത് ഇതിൽ ചെല്ലണം. അല്ലേ? ഏതൊരു ഉസ്താദുമാരെ ദുആർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിസ്മിയും ഹംദും ഒക്കെ കഴിഞ്ഞതിനു ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വലാത്തിന്റെ വചനം അവര് പറഞ്ഞിട്ടേ ദുആയിലേക്ക് കടക്കുകയുള്ളൂ. കാരണം ഈ സ്വലാത്ത് അങ്ങോട്ട് പോണം. ഈ സ്വലാത്ത് പോകുമ്പോ അതിനോടൊപ്പം പോകുന്ന ഈ ദുആ അത് അല്ലാഹുവിലേക്ക് എത്തിക്കപ്പെടുമെന്നാണ്. ആ സ്വലാത്ത് ചൊല്ലിയില്ലേ എന്നാൽ അല്ലേ? സ്വലാത്ത് നിസ്കാരത്തിൽ വരല്ലേ? നിസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് ഇല്ലെങ്കിൽ അത്തഹിയാത്തും സ്വലാത്തും നമ്മൾ പഠിച്ചതല്ലേ? ആ സ്വലാത്തില്ലാതെ നിസ്കാരം കബൂലാകൂല. സ്വലാത്തിന്റെ മഹത്വം അത്രയും വലുതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ
തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മലായികത്തും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങളും സ്വലാത്ത് ചൊല്ലിക്കോളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ മദ്രസയുടെയും ദർസിന്റെയും ഒക്കെ കയ്യിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഒരു സ്വലാത്ത് ചൊല്ലുന്ന ക്യാമ്പ് അല്ലെങ്കിൽ ഒരു സ്വലാത്തിന്റെ മജ്ലിസ് നമ്മൾ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ് ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകളാണ്, 4 ലക്ഷത്തിലധികം സ്വലാത്തുകളാണ് എൻ്റെ ഓർമ്മയിൽ ഇന്ന് വന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ നിസ്കാരങ്ങള്, നമ്മുടെ നോമ്പുകള്, നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതൊക്കെ അല്ലാഹു സ്വീകരിക്കുമോ എന്ന്, അതൊക്കെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അല്ലാഹു പറഞ്ഞ രൂപത്തിൽ അതിന്റെ ശർത്തും ഫർളും ഒത്തുകൊണ്ട് എല്ലാ നിലക്കും ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയോ? അല്ലാഹു സ്വീകരിച്ചിരിക്കണമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? കഴിഞ്ഞ റമദാൻ 30 ഞാൻ നോറ്റിക്കണല്ലേ? കഴിഞ്ഞ റമദാൻ 30 ഞാൻ നോറ്റിട്ടുണ്ട്. ഞാൻ എൻ്റെ 10ാം വയസ്സ് മുതൽ മുഴുവൻ നോമ്പും നോൽക്കുന്നവനാ. ഒരു സുന്നത്തും ഞാൻ വിടലില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്താദുമാര്, ആലിമീങ്ങൾ, ഉലമാക്കൾ നമ്മോട് പഠിപ്പിച്ചതാണ് നോമ്പെന്നുള്ളത് ശരീരത്തിന് മാത്രമല്ല, ആത്മീയമായ രൂപത്തില് അവന്റെ കാതിന് നോമ്പുണ്ട്, അവന്റെ കണ്ണിന് നോമ്പുണ്ട്, കാലിന് നോമ്പുണ്ട്, കൈകൾക്ക് നോമ്പുണ്ട്. ഉള്ളിലേക്ക് ഭക്ഷണം എത്താതിരിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ നോമ്പാ. അതോടൊപ്പം ഹറാമ് കേൾക്കാതിരിക്കണം, അവന്റെ കാതിന്റെ നോമ്പ് വീടാൻ, അവന്റെ കണ്ണിന്റെ നോമ്പ് പൂർത്തിയാവാൻ ഹറാമിലേക്ക് അവന്റെ കണ്ണുകൾ പായിക്കാതിരിക്കണം, ഹറാമിലേക്ക് പോകാതിരിക്കണം, അവന്റെ കാലിന്റെ നോമ്പുകൾ പൂർത്തിയാവാൻ. ഇത്തരം രൂപത്തില് അല്ലേ ഒരു യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന നമുക്ക് ഈ രൂപത്തിൽ സൂക്ഷ്മതയോടെ എത്ര പേർക്ക് നമുക്ക് നോമ്പുകൾ പരിപൂർണ രൂപത്തിൽ വീട്ടാൻ സാധിച്ചിരിക്കും? അല്ലാഹു നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിച്ച് മുഴുവൻ ഇബാദത്തും കബൂൽ ചെയ്യുമാറാവട്ടെ. നിസ്കാരത്തിന്റെ അവസ്ഥയും ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കാണ് കടക്കുന്നത്. നിസ്കാരത്തിന്റെ അവസ്ഥയിലേക്ക് ഇതിനു മുമ്പ് സ്വലാത്തിന്റെ മഹത്വം, അതിനെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് എല്ലാ ദിവസവും 10 സ്വലാത്തെങ്കിലും ചൊല്ലുന്നവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഒരു 10 സ്വലാത്തെങ്കിലും, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് പറയാം, ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ദിവസങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഈ ഒരു മജ്ലിസിന്റെ ശേഷം ഒരു ദിവസം പോലും ഞാൻ 10 സ്വലാത്ത് ചൊല്ലാത്തതായിട്ടില്ല. അൽഹംദുലില്ലാഹ്, പള്ളിയിൽ നമ്മുടെ ജമാഅത്തിന് വരുന്ന കാരണവന്മാരോട്, ഉപ്പമാരോട്, സഹോദരന്മാരോട് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും സുബഹിക്കു ശേഷം ഒരു 10 സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ ഓരോ വക്തിന്റെ ശേഷവും 3 സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. എല്ലാവരും ഒരുമിച്ച് ആ നിസ്കാരവും ദുആയും ഒക്കെ കഴിഞ്ഞ് ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വകീൽ എന്ന ദിക്ർ 19 തവണ ഉരുവിട്ടുകൊണ്ടാണ് ഈ ദുആയിലേക്ക് കടക്കുന്നത്. ഒരു ജമാഅത്തിന് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് നാം അറിയാതെ എങ്കിലും നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഒന്നിരായ ഉസ്താദ് പറഞ്ഞതുപോലെ, നമ്മുടെ മക്കളൊക്കെ ഇവിടെ മദ്രസ രാത്രിയില്ല, നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് ജമാഅത്തിന് അയക്കാൻ നമ്മളൊന്ന് വാശി കാണിക്കണം. മക്കള് വാശി കാണിക്കുന്നുണ്ടല്ലോ, പറമ്പിലേക്ക് കളിക്കാൻ പോകാൻ, കുളത്തിലേക്ക് കുളിക്കാൻ പോകാനും ടർഫിലേക്ക് കളിക്കാൻ പോകാനും വാശി കാണിക്കുന്ന മക്കളോട് നമുക്കും ഒരു വാശി പറയാം. ജമാഅത്തിന് പൊന്നുമോനെ നീ പോകണം. ആ ജമാഅത്ത് കഴിഞ്ഞാലോ അതേപോലെ വീട്ടിൽ കയറണവും കൂടി നോക്കണം. കാലം മാറിക്കണം. അതുകൊണ്ട് തന്നെ ജമാഅത്തിന് വന്ന് ആ ജമാഅത്തിൽ കൂടി പിന്നെ സ്വറ പറഞ്ഞുകാണ്ട് ഏതെങ്കിലും ഒരു മൂലൊക്കെ കൂടിങ്ങാണ്ട് എപ്പോഴെങ്കിലും പെരിയ കയറുന്ന അവസ്ഥ അതും ഉണ്ടാകരുത്. ചെറുപ്പത്തിലേ നമ്മൾ ശീലിപ്പിച്ചാൽ നമ്മുടെ മക്കൾ വലിപ്പത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നാളെ മരിക്കുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന മക്കളാകും. പ്രിയപ്പെട്ട ഉമ്മ, ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് വീടിന്റെ കോലായില് എന്നെയും നിങ്ങളെയും ഒക്കെ പുതപ്പിച്ച് കിടത്തുന്ന ഒരു സമയത്ത് നമ്മുടെ മക്കള്, നമ്മുടെ ബന്ധങ്ങള് എത്തരത്തിലുള്ളതായിരുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും അവിടേക്കുള്ള ജനങ്ങളുടെ പ്രവാഹം. നേരത്തെ പറഞ്ഞില്ലേ, വന്നിരായ ഉസ്താദ് അവറുകൾ 2 മുതഅല്ലിമീങ്ങളുടെ ഉമ്മയായി എന്ന കാരണത്തിന് വേണ്ടി
ജനസാഗരം വെള്ളയും തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് ആനയിച്ചയക്കാൻ ആ ഉമ്മയോടൊപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ ബീവിയായതിന്റെ പേരിലല്ല, ആ ഉമ്മ ഖാദിയായതിന്റെ പേരിലല്ല, ആ ഉമ്മ ഉസ്താദായതിന്റെ പേരിലല്ല, കച്ചവടത്തിലെ ബിസിനസ് മാഗ്നറ്റ് ആയതിന്റെ പേരിലല്ല, തന്റെ മക്കളെ ഇൽമിന്റെ വഴിയിലേക്ക് അയച്ചതിന്റെ പേരിലാണെങ്കിലോ. അതുപോലെ തന്നെ നമ്മൾ സംഘടനാ പ്രവർത്തനം, ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. ചെമ്മാടെന്ന എൻ്റെ നാട്ടില് കഴിഞ്ഞ വർഷം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടം നടക്കുകയുണ്ടായി. ആ അപകടത്തില് മരണപ്പെട്ടത് 2 ചെറുപ്പക്കാരായിരുന്നു. അള്ളാഹു അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ആ പ്രവർത്തകർ സാഹിത്യോത്സവിന്റെ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് അതിന്റെ നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി പോയതാ. 3 പേര് പോയി, 2 പേര് സജീവ പ്രവർത്തകരും, ഒരു കുട്ടി അവരുടെ കൂട്ടുകാരനുമാണ്. ഇവര് 3 പേരും പോയി. അതിൽ അള്ളാഹുവിന്റെ ഖലാ പ്രകാരം ആ യാത്ര ഒരു ആക്സിഡന്റിൽ പരിണമിച്ചു. 2 പേര് അതിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഒന്ന് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടുകാരനാണ്, മറ്റേ സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥിര സാന്നിധ്യമായ മീറ്റിങ്ങുകളിൽ വരുന്ന ആ വിദ്യാർത്ഥി അള്ളാഹുവിന്റെ അപാരമായ ഔദാര്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. മറ്റേ കൂടെ ഇവരെ 2 ചങ്ങായിമാരാണ്. ഇവരെ എന്തോ ഒരു നോട്ടീസ് ഒട്ടിക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാനും ഉണ്ടടാ, നിങ്ങളെ കൂടെ ഞാനുണ്ട് രസമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ദീനീ ദഅവത്തിന് വേണ്ടി വന്ന ആ കുട്ടി അള്ളാഹുവിന്റെ ഖലാ പ്രകാരം അവന്റെ റഹ്മത്തിലേക്ക് ഉയർന്നപ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ അറിയണം, അവരുടെ വീട്ടിലേക്ക് വന്ന ഉസ്താദുമാരുടെ എണ്ണം, അവർക്ക് വേണ്ടി ചൊല്ലിയ തഹ്ലീലിന്റെ എണ്ണം കണ്ടുകൊണ്ട് ആ ഉപ്പ പൊട്ടിക്കരഞ്ഞത് ഞങ്ങളുടെ മുൻപിലാണ്. ഒരുപാട് ആലിമീങ്ങൾ വന്നു ആ വീട്ടിൽ. ആ ഉപ്പ പറഞ്ഞു, എന്റെ മോൻ ഇന്ന് വരെ ഒരു സംഘടനക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മീറ്റിങ്ങൾക്ക് പോകുകയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ മരണം അത്തരം രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിലായിട്ടുള്ള അവന്റെ കൂട്ടുകാരോടൊത്തായതിനാൽ എന്റെ മകൻക്ക് എത്ര വലിയ ഭാഗ്യമാണ് ലഭിക്കുന്നത്. മരണം നടന്നത് മുതൽ 3ന്റെ ദിവസം വരെ അല്ല, പല ദിവസങ്ങളിലും അതിനുശേഷവും ഒരുപാട് വലിയ പ്രഗത്ഭരായ ആലിമ്യങ്ങളാണ് ആ വീട്ടിലേക്ക് കടന്നു വന്നത്. ആ മകൻക്ക് വേണ്ടി ആ കുടുംബം ചെയ്തതിന്റെ 100 ഇരട്ടി തഹ്ലീലുകളാണ് ആ മകൻക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ ബന്ധങ്ങൾ ചെയ്തു തീർത്തത്. ഒരൊറ്റ പോക്ക്, ആ പോക്ക് മരണത്തിലേക്കുള്ള പോക്ക്, അത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പമായി. ആ കൂട്ടുകാര് നല്ല കൂട്ടുകാരായതിനാൽ, ആ ദീനീ ദഅവത്തിന്റെ രൂപത്തിലുള്ള പോക്കായതിനാൽ അവന്റെ മരണം കൊണ്ട് അവൻ വിജയിച്ചു. ആ ഒരൊറ്റ പോക്കില് ആ കുട്ടി തന്റെ കൂട്ടുകാരോടൊപ്പം നല്ല ഒരു കാര്യത്തിന് പോയി എന്ന കാരണം കൊണ്ട് ഉസ്താദ് പോലത്തെ വലിയ ആലിമീങ്ങളായിരുന്നു. ഏകദേശം AP ഉസ്താദ് അടക്കം ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കുട്ടിക്ക് അള്ളാഹു നൽകിയ ഒരു ഭാഗ്യം നമ്മൾ മനസ്സിലാക്കണം. അവൻ ഒരു വട്ടമേ ജീവിതത്തില് ഈ സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി ഈ ഒരു പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് തന്റെ കൂട്ടുകാരോടൊപ്പം പോയി എന്ന ഒരൊറ്റ കാരണത്താൽ അവന്റെ വീട് മരണ വീടെന്നുള്ളത് ആലിമീങ്ങളാൽ ജനസമുദ്രമാകുന്ന വീടായിരുന്നു. അവന്റെ മരണയാത്ര എന്നാൽ അത് ആലിമീങ്ങളാൽ നിറഞ്ഞ ഒരുപാട് പ്രവർത്തകരാൽ നിറഞ്ഞ സന്തോഷത്തോടെയുള്ള യാത്രയായിരുന്നു. അവർക്ക് വേണ്ടി പള്ളികളിൽ എത്ര നിസ്കാരമാണ് നടന്നത്, അവൻക്ക് വേണ്ടി ചൊല്ലിയ തഹ്ലീലുകളുടെ കണക്കുകൾ എത്രയാണ്, അവൻക്ക് വേണ്ടി ഓതിയ ഇഖ്ലാസ് സൂറത്തിന്റെ കണക്ക് നമ്മൾ അതിശയിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കളെ നമ്മൾക്ക് കഴിയുമെങ്കിൽ ആലിമീങ്ങളാക്കുക, ഉസ്താദുമാരാക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ ഖലാ ഇല്ലെങ്കിൽ അത്തരം രൂപത്തിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദുമാരും സ്നേഹിക്കുന്നവരാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഉസ്താദുമാരോടൊപ്പം ദീനീ ദഅവാ രംഗങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് പോകുന്ന കുട്ടികളാക്കാൻ നമ്മൾ ശ്രമിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരിച്ചാൽ നമ്മുടെ ആഖിറത്തിലേക്കുള്ള അവസാന പോക്ക് അത് വിജയത്തിന്റെ പോക്കാകും കേട്ടോ.
അല്ലാഹു നമ്മുടെ പരലോകം വിജയിപ്പിച്ചു നൽകുമാറാവട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യമാ പിന്നീട് അവനക്ക് കൂലി കിട്ടുന്ന കാര്യം. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ഓന്റെ ഏടാണ്ട് പൂട്ടിയേക്കും അല്ലേ? പക്ഷെ പിന്നീട് ഓന് പൈസ ഇടാതെ തന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് അല്ലേ, നമ്മൾ പൈസ ഇട്ടാലേ നമ്മളെ അക്കൗണ്ടിലേക്ക് എന്തുണ്ടാവുള്ളൂ, പൈസ ഉണ്ടാവുള്ളൂ. നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാതിരുന്ന വേറെ ആരെങ്കിലും തരാൻ ഉണ്ടാവണം അല്ലേ? ആ തരാനുള്ളവര് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് അതിനനുസരിച്ച് ചെയ്തിടണം, എന്തെങ്കിലും പൈസ കൊടുത്തിടണം. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താലേ കിട്ടുള്ളൂ. എന്നതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏടിലേക്ക്, നന്മയുടെ ഏടിലേക്ക് 3 വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് കൂലി നൽകുമെന്ന് നമ്മെ പഠിപ്പിച്ചില്ലേ? ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് സദഖത്തുൻ ജാരിയ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഹബീബായ തങ്ങൾ പറയുകയാ, മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് കൂലി കിട്ടാനുള്ള 3 കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തത് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, അഥവാ എന്നെന്നും നിലനിൽക്കുന്ന സദഖ. ഞാനും നിങ്ങളും മരിക്കൂലെന്ന് ഉറപ്പുണ്ടോ? മുത്തുനബി മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബിയോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി വഫാത്തായിട്ടുണ്ട്. ഇനി മരണമില്ലാത്ത ഒരാള് ലോകത്തുണ്ടാവോ? മരണമില്ലാത്ത ഒന്നേ ഉള്ളൂ, അത് അല്ലാഹു സുബ്ഹാനഹു തആല. അവൻ എല്ലാ സമയത്തും നിലനിൽക്കുന്നവനാണ്. അവന് തുടക്കവും ഒടുക്കവുമില്ല. നമ്മൾ ബാക്കിയുള്ള അല്ലാഹു അല്ലാത്ത ബാക്കി മുഴുവൻ മരണത്തിന് കീഴടങ്ങും അല്ലേ? നമ്മൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഒരു 60 വയസ്സ് 70 വയസ്സ് നബി പറഞ്ഞില്ലേ, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ സമുദായത്തിൽ ഭൂരിഭാഗത്തിന്റെയും ആയുസ്. ഒരു 60-70 ആവുമ്പോത്തിന് എല്ലാവരും മരിക്കുന്ന അവസ്ഥ. പണ്ട് കാലത്ത് ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് ജീവിച്ച കാലങ്ങൾ നോക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത് 950 കൊല്ലം. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത് 950 കൊല്ലമാണെന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. ആ 900ന്റെ 10 95 എത്ര പേരാവുന്നുണ്ട് നമ്മുടെ നാട്ടിൽ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലാഹു നമുക്കൊക്കെ ഖൈറിലായിട്ടുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലായി ഒരുപാട് കാലം നിലനിർത്താൻ മാതാപിതാക്കളെ പൊരുത്തത്തോടുകൂടി, ഉസ്താദുമാരുടെ പൊരുത്തത്തോടുകൂടി നമുക്കൊക്കെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി കൂലി ലഭിക്കാൻ ുള്ള 3-ൽ 1 അത് സദഖത്തുൻ ജാരിയയാണ്. എന്നെന്നും നിലനിൽക്കുന്ന സദഖയാണ്. നമ്മുടെ ഈ മദ്രസക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, ഇസ്ലാമിന്റെ ദീനീ ദഅവാ രംഗങ്ങൾക്ക് വേണ്ടി എന്നെന്നും നിലനിൽക്കുന്ന രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും സഹായിച്ചാൽ അതിന്റെ കൂലി കാലാകാലം ലഭിക്കും അല്ലേ? പള്ളിക്ക് ഒരു ജനലുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പൈസ കൊടുത്തു, അല്ലെങ്കിൽ പള്ളിക്കൽ ഒരു സൊഫില് കാർപ്പറ്റ് വിരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മദ്രസയിൽ ഒരു ബെഞ്ചിടാൻ വേണ്ടി നമ്മളൊരു ക്യാഷ് ചെലവഴിച്ചാൽ ആ ബെഞ്ച് കൊണ്ട് എത്ര കാലം ഉപകാരമെടുക്കുന്നുവോ, എത്ര കുട്ടികൾ ആ ബെഞ്ചിലിരുന്നു കൊണ്ട് പഠിക്കുന്നുവോ, എത്ര വിദ്യാർത്ഥികൾ ദീനുൽ ഇസ്ലാം ആ ബെഞ്ചിലിരുന്നു കൊണ്ട് ഉപകാരമെടുക്കുന്നുവോ, അത്രയും കാലം നമ്മൾ മരിച്ചു മണ്ണറയിലെത്തിയാലും നമുക്കതിന്റെ കൂലി ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മുടെ തങ്ങളും അവരും ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ബുർദ മജ്‌ലിസിലേക്ക് കടക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വരുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ സദഖത്തുൻ ജാരിയയിൽ ഒരു മരം നട്ടുപിടിപ്പിച്ചാലും അതിനും ആ പറഞ്ഞതിൽ സ്ഥാനമുണ്ട് അല്ലേ? ഒരു മാവും തൈ നമ്മൾ നട്ടാല്, നമ്മളെ വീട്ടില് നമ്മൾ മാവ് എടുക്കുന്ന മാവ് അത് നട്ടത് നമ്മളോ നമ്മുടെ ഉപ്പയോ ആകൂല, മിക്കവാറും വല്യുപ്പയോ അല്ലെങ്കിലും അവരെ ഉപ്പയോ ഒക്കെ ആകും. അവരതിൽ നിന്ന് ഒരു മാങ്ങ പോലും തിന്നിട്ടുണ്ടാവൂല. പിന്നെ എന്തേപ്പോ ഉപകാരം കിട്ടി? ആ സമയം വേറെ എന്തിനേം ചെലവഴിച്ചാ പോരേനെ അല്ലേ?
നമ്മളിപ്പോ ഒരു മാങ്ങാ തൈ അല്ലെ, മാവിന്റെ തൈ അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ തൈ കൊണ്ടുപോയി കുഴിച്ചിട്ടാല് അയിമന്ന് തേങ്ങ നമ്മൾ തിന്നോന്ന് അല്ലെങ്കിൽ അതിന്റെ മാങ്ങ നമ്മൾ തിന്നോന്ന് നമുക്ക് ഉറപ്പില്ല. എന്ത് കാര്യത്തിന് നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട് അല്ലെ? ചോദിക്കുന്ന ചോദ്യമാണ് ഈ പാഠം ഞാൻ പറയുന്നത്. ഈ പറയുന്ന കാര്യം ഞാൻ പറയുന്നത് ഒരു സുംറ നോട്ട് ഓർത്തെടുത്തുകൊണ്ടാണ്. സുംറ നോട്ട് നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇവിടുത്തെ SSFന്റെ പ്രവർത്തകർ അവർ കൂടിയിരുന്നു കൊണ്ട് 2 ആഴ്ച കൂടുമ്പോ ഒരു ദിവസം നമ്മുടെ നാട്ടിൽ ശനിയാഴ്ച മഗ്രിബിന്റെ ശേഷം സുംറ നടത്താറുണ്ട്. എന്താ ഈ സുംറ എന്ന സദസ്സിൽ, ആ ഒരു മജ്ലിസിൽ എന്താ പറയുന്നത്? ആ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ കുട്ടികളെ ഒരുമിച്ച് ഇരുത്തിയിട്ട് ഒരു തബാറക സൂറത്തോതും ശേഷം ഒരു യാ അക്രമ ബൈത്ത് നമ്മൾ ചൊല്ലാൻ പോകുന്ന ബുർദ എന്ന ആ ഖസീദയിലെ അവസാന ഭാഗമായ യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇൻദ ഹുലൂ ലിൽ ഹദീസിൽ ആമീമി ചൊല്ല മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ أبدا على حبيبك خير الخلق كلهم എന്ന് തുടങ്ങുന്ന ബുർദ ഷരീഫിലെ അവസാന ഫസ്ല് ആ യാ അക്രമ ബൈത്ത് നമ്മുടെ മക്കൾ ചൊല്ലുകയാ. ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു 3 or 4 വയസ്സുള്ള ഒരു കുട്ടി ഞങ്ങളോടൊപ്പം അവിടുന്ന് ചൊല്ലുന്നത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. ചോദിച്ചു, ഈ കുട്ടി എങ്ങനെ പഠിച്ചു? അവൻ ഇങ്ങനെ കേട്ടതാണ്. ഇത്തരം മജ്ലിസുകൾ നടക്കുമ്പോൾ അവന്റെ കാക്കാര് കൊണ്ടുപോകും. അത് കേട്ട് ആ കുട്ടി പഠിച്ചതാണ്. ഞങ്ങളുടെ നാട്ടിലും ഇവിടെ നമ്മൾ ചൊല്ലുമ്പോഴൊക്കെ ഏകദേശം ഈ ഇരിക്കുന്ന കുട്ടികളിൽ ബഹുഭൂരിക ഭാഗവും കാണാതെ അതിന്റെ തുടക്കം കിട്ടിയ ബാക്കി ഓലാണ്ട് ചൊല്ലിക്കൊടും. ആ രൂപത്തിൽ ചൊല്ലുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തബാറക സൂറത്ത്, ഒരു യാ അക്രമ ബൈത്ത് ചൊല്ലിക്കൊണ്ട് 10 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്പം നസീഹ, ചെറിയൊരു ദുആ. ഇതാണ് ആ മജ്ലിസ്. 2 ആഴ്ചയിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം ഒരു നസീഹത്ത്, അത് തന്നെ മേൽഘടകങ്ങളിൽ നിന്ന് നേരിട്ട് വരുന്ന ഒരു കുറിപ്പ്, ഇതുപോലെ അർത്ഥവത്തായ നമ്മുടെ മക്കൾക്ക് ചെറിയ രൂപത്തില് വലിയ നന്മകൾ അവരുടെ അക്കൗണ്ടിലേക്ക് കയറ്റാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള വലിയ പോയിന്റുകൾ നൽകുന്ന ഒരു ചെറുകുറിപ്പ്. അവർ തന്നെ അത് വായിക്കും. എന്നിട്ട് അതിൽ നിന്ന് അവർ തന്നെ ചിലപ്പോ ആരെങ്കിലും ശ്രദ്ധിക്കാത്തുണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് ചോദ്യം ചോദിക്കും. അതിൽ പറഞ്ഞ ഒരു നോട്ടാണ് ഞാൻ ഇനി പറയുന്നത്. ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ അതിന്റെ ഫലം തിന്നാൻ ലഭിക്കുമോ എന്ന് ഉറപ്പില്ലാതെ നാം എന്തിന് നടണമെന്ന ചോദ്യത്തിന് മറുപടി നമുക്കുണ്ടാവില്ല. പക്ഷെ അതേ മരം നട്ടുകൊണ്ട് നമ്മൾ വെള്ളമയിച്ചുകൊണ്ട് അതിനെ ഒന്ന് പരിപാലിച്ച് അതൊന്ന് വളർന്ന് വലുതായി നമ്മൾ മൗത്തായി പോയി, നമ്മൾ മരണപ്പെട്ടു പോയി, അതിന്റെ മാങ്ങയുടെ രുചി നമ്മൾ അറിഞ്ഞിട്ടില്ല, ആ തേങ്ങയിൽ നിന്നുള്ള വണ്ണം നമ്മൾ കുടിച്ചിട്ടില്ല, ആ ചക്കയിൽ നിന്നൊരു ചുള നമ്മൾ കഴിച്ചിട്ടില്ല എങ്കിലും നാളെ ഖബറിൽ കിടക്കുമ്പോ നമ്മുടെ ഖബറിലേക്ക് ഒരുപാട് സവാബുകൾ വരുന്നത് ആ മരത്തിൽ നിന്നാകുമെന്ന് പറയുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്തേ ആ മരം കൊണ്ടുള്ള ഉപകാരം, അതിന്റെ ഫലങ്ങൾ കഴിക്കാന്നുള്ളത് അല്ലേ? ആ മരം കൊണ്ടുള്ള ഉപകാരം, മാങ്ങ പുറത്തുനിന്ന് നമ്മൾ വാങ്ങി കഴിക്കണ്ട്. നമ്മളെ കുടുംബത്തിന് അധ്വാനിച്ച് കീശയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ആ പൈസ കൊണ്ട് നമ്മുടെ കുടുംബത്തിനെ പോറ്റുമ്പോ ഇതിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ കുടുംബത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും അവരെ സംരക്ഷിക്കാനും പറഞ്ഞതിന്റെ പേരിലാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ അതിന് കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതമാ ഇസ്ലാം. ആ ഇസ്ലാം മതത്തിൽ തന്നെ പറയുകയാ, നമ്മൾ മരിച്ചു പോയാലും നമ്മൾ നട്ട മരത്തിൽ നിന്ന് ഒരു ഫലം ആരെങ്കിലും ഉപയോഗമെടുത്താൽ മനുഷ്യന്മാരെടുക്കണം തന്നെയില്ല, ഒരു കാട്ടിന്റെ ഉള്ളിലാ വീണത്, അവിടെ വന്നുകൊണ്ട് അണ്ണാന് അത് കഴിക്കുന്നുണ്ടെങ്കിൽ, പക്ഷിമൃഗാദികൾ അതിന്റെ ഫലങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഭക്ഷണം നൽകിയതിന്റെ കൂലി, അതിനൊക്കെ നമ്മൾ ദാനം ചെയ്തതിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു തആല മണ്ണറയിൽ നമുക്ക് നൽകുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്ത് നന്നാക്കിയാൽ ഏതൊരു കാര്യത്തിനും ഇസ്ലാമിലെ കൂലിയുണ്ട്.
ഒന്നാമതായി നമുക്ക് കൂലി കിട്ടാനുള്ള കാര്യം, ഒരു ഭാഗം, അത് സ്വതക്കത്തുൻ ജാരിയ, എന്നും നിലനിൽക്കുന്ന സ്വതക്ക. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി നമ്മെക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് രണ്ടാമതായി ഹബീബായ തങ്ങൾ പറയുന്നത് ഉപകാരപ്രദമായ, ഉപകാരമെടുക്കുന്നതായ ഇൽമാണ്. നമ്മുടെ മക്കൾ മുതഅല്ലിമീങ്ങളാണെങ്കിൽ, നമ്മുടെ മക്കൾ ആലിമീങ്ങളാണെങ്കിൽ, നമുക്കൊരു ഉസ്താദാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മദ്രസ അധ്യാപകനായിക്കൊണ്ട്, മദ്രസയിലെ ഉസ്താദായിക്കൊണ്ട് അലിഫും ബാഉം പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വെച്ചുകൊണ്ട് ആ കുട്ടി ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അതിന്റെ കൂലി നമുക്കും അർഹതയുണ്ട്. എന്റെ മകൻ ഉസ്താദായത്, ആലിമായത് ഞാൻ പഠിപ്പിക്കാൻ വിട്ടതുകൊണ്ട് അവനിക്ക് വേണ്ട ചെലവ്, അവനിക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ഞാനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇൽമിന്റെ വഴിയിലേക്ക് എത്തിച്ചു എന്ന കാരണം കൊണ്ട് അവന് ലഭിക്കുന്ന കൂലി നമുക്കും നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മുതഅല്ലിമീങ്ങളെയും, നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെയും, മുഴുവൻ മുതഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും അല്ലാഹു ഉഖ്റവിയായ ഉലമാകളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മൂന്നാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. മൂന്നാമതായി മുത്തുനബി പറയുന്നു, മുഅ്മിനായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് കൂലി ലഭിക്കാൻ സാധ്യതയുള്ള അവസാനത്തെ കാര്യം അത് അവനിക്കുള്ള സ്വാലിഹായ ഒരു മകനാണ്. ആ മകനെ എൻ്റെ കൈ ഉയർത്തിക്കൊണ്ട്, എൻ്റെ ഉപ്പാക്ക് റബ്ബേ നീ പൊറുക്കണേ, എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ, അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു മജ്ലിസിൽ വെച്ച് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉസ്താദുമാര് ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായി ആമീൻ പറയാൻ ആ മജ്ലിസിൽ നമ്മുടെ മക്കളും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കബറിടങ്ങള് മണ്ണറ മണിയറയാകുന്ന അവസ്ഥ നമുക്ക് കാണാം. ഇല്ലേൽ നമുക്കൊന്നും കാണാനുണ്ടാകില്ല. ആ മകൻ വൈപിയച്ചതിനു കാരണം, ആ മകൻ തെറ്റായ രൂപത്തിലെത്താനുള്ള കാരണം നീയാണ്, നിന്റെ മകൻ വൈപിയച്ചതിന്റെ കാരണം നീയാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആഖിറത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ മക്കളെ എങ്ങാനും നരകക്കുണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവര് വിളിച്ചു പറയും, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഞാൻ ഈ തെറ്റുകാരനാവാൻ, ഞാൻ ഈ നരകക്കുണ്ടിൽ കിടക്കാൻ, ഈ ദോഷിയായി കൊണ്ട് എൻ്റെ ജീവിതം മാറാൻ ഞാൻ കാരണമായത് എൻ്റെ മാതാപിതാക്കൾ എന്നെ മദ്രസയിലേക്ക് അയക്കാത്തത് കൊണ്ടാണ്, എൻ്റെ മദ്രസ പഠനം നിർത്തിയത് കൊണ്ടാണ്, എന്നെ ഇൽമിന്റെ മജ്ലിസിലേക്ക് വിടാത്തത് കൊണ്ടാണ്, എന്നെ മുതഅല്ലിമാവാനുള്ള ആഗ്രഹം തടഞ്ഞതിനാണ്. പണം കൊണ്ട് അവർ അമ്മാനമാടുന്നതിന് വേണ്ടി അവരെന്നെ മാറ്റിയപ്പോ എനിക്ക് ലഭിച്ചത് ഈ നരകക്കുണ്ടാണ്. ആ നരകക്കുണ്ടിനുള്ള കാരണം എൻ്റെ മാതാപിതാക്കളാണ്. അവരെ എനിക്ക് കാലിന്റെ കീഴിലേക്ക് നൽകൂ, അവരുടെ ശരീരങ്ങളിൽ ചവിട്ടിക്കയറിക്കൊണ്ട് എൻ്റെ തീക്കൂമ്പാരത്തിൽ നിന്നുള്ള തീയിന്റെ ചൂടിനെ ഞാനൊന്ന് ശമിപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മക്കള് പൊട്ടിക്കരയുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പോക്ക് അത് തടയാനും നമ്മുടെ മക്കള് മതി എന്ന ഓർമ്മ നമുക്ക് വേണം. അവര് ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോ, മോശത്തരങ്ങളിലേക്ക് പോകുമ്പോ തടയാൻ നമ്മുടെ കൈ ഉയർന്നില്ലെങ്കിൽ നാളെ സ്വർഗത്തിലേക്കുള്ള വഴി തടയാൻ അവരുടെ കരങ്ങളോ നമുക്കെതിരിൽ ഉയരുമെന്ന ബോധം, ആ ഓർമ്മ നമുക്ക് വേണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹ്ളറത്തുൽ ബദരിയന്റെ വേദിയിലും അതുപോലെ തന്നെ മറ്റ് സമയങ്ങളിലും ഒക്കെയായി ഒരുപാട് അറിവിന്റെ മജ്ലിസുകൾ നമ്മുടെ പള്ളിയിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുന്ന എല്ലാവരും അത്തരം മജ്ലിസുകളിലേക്ക് വന്നുകൊണ്ട് അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.